നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണവും പരിപാലനവും ദേവസ്വം ബോർഡുകൾക്കെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഇതിനെ സംബന്ധിക്കുന്ന രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേസിൽ വിശദമായ വാദം തിങ്കളാഴ്ച, അതായത് നാളെ നടക്കുകയാണ്. 3ാം സബ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ക്ഷേത്ര സ്വത്തുക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിഭാഷകൻ കോടതിയിൽ വാദം ഉയർത്തിയിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട രേഖകൾ വി ഡി സതീശൻ കോടതിയിൽ ഹാജരാക്കി. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ രേഖകൾ ഹാജരാക്കിയിരിക്കുകയാണ്. ക്ഷേത്രകാര്യങ്ങളിൽ സർക്കാരിന് അവകാശവും ഉത്തരവാദിത്വവും ഇല്ലെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വാദം ഖണ്ഡിക്കാനാണ് വി ഡി സതീശൻ രേഖകൾ നൽകിയിരിക്കുന്നത്. തന്റെ വാദം ശരിവയ്ക്കുന്ന രേഖകളാണ് ശനിയാഴ്ച കടകംപള്ളി കോടതിയിൽ ഹാജരാക്കിയത്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കടകംപള്ളിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിനാണ് വി ഡി സതീശനെതിരെ കടകംപള്ളി മാനനഷ്ട കേസ് കൊടുത്തത്. അപകീർത്തികരമായ പ്രസ്താവന നടത്തിയ വി ഡി സതീശൻ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച ആവശ്യം. കേസ് അവസാനിക്കുന്നതുവരെ സമാന പ്രസ്താവന പാടില്ല എന്ന ഇടക്കാല ഹർജിയും ഫയൽ ചെയ്തു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആരോപണം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധമായ അന്വേഷണമാണ് കേസിൽ നടക്കുന്നത്. ജനങ്ങളെ സ്വർണ്ണക്കൊള്ള പറഞ്ഞ് കബളിപ്പിക്കാനാവില്ല. ഹൈക്കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകുന്നത്. മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ല. സ്വർണ്ണക്കൊള്ളക്കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള ഫോട്ടോ വിവാദമാക്കുന്നത് ബാലിശമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ വി മുരളീധരൻ കഴക്കൂട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ഏതെങ്കിലും ഒരു അമ്പലത്തിന് മുന്നിൽ അരയ്ക്ക് വിളക്ക് വയ്ക്കാൻ പോലും വി മുരളീധരൻ ആയിട്ടില്ല എന്നും കടകംപള്ളി വിമർശിച്ചു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് കോൺഗ്രസ് നേതാവ് വി മുരളീധരൻ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടി നൽകുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അതേസമയം കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് പര്യടനത്തിനിടെ മലയാളി വാർത്തയോടും പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മലയാളി വാർത്തയോടും പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും മറ്റ് പര്യടന പരിപാടികളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന്. അതിനിവിടെ കഥ പറഞ്ഞുകൊണ്ട കാര്യം നടക്കില്ല. നമ്മുടെ ഉത്തരവാദിത്വമാണ്. പോയി വിളിച്ചോണ്ട് വന്ന് തുറപ്പിക്കും. അതേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അത് നമുക്ക് 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അതുവരെ ഈ താൽക്കാലികമായിട്ടുള്ള സംവിധാനം പോയി നിർബന്ധപൂർവ്വം തുറപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് തുടരാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും നല്ല നിലയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉയരുന്ന ഒരു ഡീൽ ആരോപണം, ശരിക്കും അത്തരത്തിലൊരു ഡീൽ ഉണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് ഡീലെന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളുമായിട്ടല്ലേ ഡീല്. മറ്റു തരത്തിലുള്ള ഡീലൊന്നും നമുക്കില്ല. ഈ മണ്ഡലത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടിട്ടുള്ള ജനങ്ങളുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല ഡീലുണ്ട്. ഈ കഴക്കൂട്ടത്ത് CPM ആരുമായിട്ടാണ് മത്സരം? BJP ആയിട്ടാണോ അതോ UDF ആയിട്ടാണോ? ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ് നടക്കുന്നത്. ഒരു ത്രികോണ മത്സരമാണ്. ഇന്നയാളുമായിട്ടാണ് നേരിട്ട് മത്സരം എന്ന് പറയാനൊന്നും പറ്റില്ല. 3 പേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഒരു ത്രികോണ മത്സരമാണെങ്കിൽ ഇപ്പോ BJP സെക്കൻഡ് നിൽക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ BJPയുടെ ഒരു തുടക്കമാണോ ഇതൊക്കെ? അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? BJP ഇത്തവണ ഇവിടെ പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് അവർ ഇപ്രാവശ്യം 2ാം സ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണ്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും നല്ല നിലയിൽ, 3 മുന്നണികളും നല്ല നിലയിൽ മത്സരരംഗത്തുണ്ട്. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ കഴക്കൂട്ടത്തെ ജനങ്ങൾ അതിനൊരു മറുപടിയായിട്ടൊക്കെ നൽകുന്നതൊക്കെ പറയുന്നു. വിവാദമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്കതിനകത്ത് റോളുമില്ലെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിച്ചുള്ളതാണ്. ഹൈക്കോടതിയാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അവരാണ് SIT നിയോഗിച്ചത്. അവർക്കാണ് SIT റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തെ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇപ്പൊ എത്രത്തോളം ഉണ്ട് LDFന്റെ ഒരു വിജയ പ്രതീക്ഷ? 100%, 110%. അഭിമാനകരമായിട്ടുള്ള വിജയം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഉറപ്പ്.
കഴക്കൂട്ടത്ത് മാത്രമല്ല സംസ്ഥാനത്തും ഭരണം തുടരും. നിശ്ചയമായിട്ട് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ തുടർച്ച വേണമെന്ന് വിശേഷിച്ച് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛനമ്മമാരുടെ പെൻഷൻ അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം തുടരേണ്ടതായിട്ടുണ്ട്. ലൈഫ് മിഷൻ 5 ലക്ഷം വീട് ഇപ്പൊ ഏതാണ്ട് 6.5 ലക്ഷം വീടിന്റെ 1.5 ലക്ഷം വീടിന്റെ പണി നടക്കുന്നു. അത് ഇനിയും തുടരണം. ഇതെല്ലാം തുടരേണ്ടതായിട്ടുണ്ടെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ചയ്ക്ക് വേണ്ടി പിണറായി വോട്ട് ചെയ്യും. ഈ കഴക്കൂട്ടത്തെ ജനത്തിന് ഇനി എന്തൊക്കെ ഉറപ്പുകളാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്? നമ്മുടെ ഇവിടെ വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. അതിന്റെ ഉത്തരവാദി നേരത്തെ ഭരിച്ച UDF തന്നെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഭാവിയിൽ ഉണ്ടാകേണ്ടതായിട്ട് പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടിയിരുന്നത്. ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു പൈപ്പിലൂടെ വെള്ളം 10-60 വർഷക്കാലം ഒഴുകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രഷർ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പ്രഷർ കൊടുത്താൽ അപ്പം പൊട്ടും. പ്രഷർ കൊടുക്കാത്തത് കാരണം ഇവിടുത്തെ ഈ ടാങ്കുകളിൽ വാട്ടർ ടാങ്കുകളിൽ വെള്ളം കയറുന്നില്ല. അത് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ഒട്ടും വെള്ളം കിട്ടുന്നില്ല. അതിന് പരിഹാരമായിട്ട് നമ്മൾ 2016 ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി അവസാന ഘട്ടത്തിലാണ്. 2 മാസം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. ഒരു 2 മാസം കഴിയുമ്പോഴേക്കും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാം. അതോടുകൂടി ഈ മണ്ഡലത്തിലെ മിക്കവാറുമുള്ള എല്ലാ ജനകീയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാം. ഇപ്പൊ 3-ാം ഊഴത്തിന് തയ്യാറെടുക്കുകയാണ്. യെസ്. ചേട്ടനായിരുന്നല്ലേ? ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അതിലെ പോയി. മാന്യന്മാര് ഇപ്പൊ കുടിവെള്ളം തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമാക്കാമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നാട്ടുകാരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നലെ വരെ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് ആരാണ് ഓടിയത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അവർക്ക് ആർക്കും അറിയില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പെടുത്തപ്പോ മുദ്രാവാക്യം വിളിക്കാൻ, കുടിവെള്ളത്തിന്റെ പ്രശ്നം രാഷ്ട്രീയമായിട്ട് പറയാനും ഒക്കെ തയ്യാറായി രംഗത്ത് വരികയാണ്. പിന്നെ കള്ളപ്രചാരണം കൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടി നോക്കുമെന്നുള്ള പ്രശ്നമെല്ലാം നടത്തുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയായി 9-ാം തീയതി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് വരുന്ന ആകെ 10-11 ദിവസക്കാലം മാത്രമേ നമ്മുടെ മുന്നിൽ നിന്നുള്ളൂ. ഒത്തിരി ദിവസമൊന്നും 12-ാമത്തെ ദിവസം വോട്ടെടുപ്പാണ്. ഈ ഒരു 10-12 ദിവസം നിങ്ങൾ എല്ലാവരും രാവിലെ പകലാക്കി, ഒരുപാട് ജോലികളുള്ളവരാണോ, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എനിക്കറിയാം, അറിഞ്ഞുകൂടാഞ്ഞിട്ട് പറയുകയല്ല. പക്ഷേ ഈ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യതയും ചുമതലയും എന്ന നിലയിൽ തന്നെ ഈ വിഷയത്തെ കണ്ട് വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.